തെരുവ് നായ്ക്കളും കൊതുകും സ്വൈര്യവിഹാരം നടത്തുന്ന നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് ഭീഷണിയായി ഒരു രോഗം കൂടി. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു പെൺകുട്ടിയുടെ നെഞ്ചിൻകൂടിൽ നിന്നും 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു വലിയ വിരയെ ഡോക്ടർ പുറത്തെടുത്തു. ഡൈറോഫൈലേറിയ അല്ലെങ്കിൽ ഹൃദയവിര എന്ന് വിളിക്കുന്ന ഇത് നായ്ക്കളിൽ വളരെ സാധാരണയായി കാണുന്ന ഒരിനം വിരയാണ്. കൊതുക് വഴി നായ്ക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് വളരെ എളുപ്പം പകരുന്ന ഈ വിരകളുടെ ലാർവകൾ കൊതുകിന്റെ ഉമിനീർ വഴി മനുഷ്യരിലും മറ്റു നായകളിലും വേഗം പടരും. നായയിൽ ഇവ ഹൃദയത്തിനുള്ളിൽ വളർന്ന് പെറ്റുപെരുകി അതിനെ കൊല്ലുന്നു. മനുഷ്യരിൽ ഇവ ചർമ്മത്തിനടിയിലോ കണ്ണിലോ ഹൃദയത്തിലോ ശ്വാസകോശത്തിലോ പെരുകാം. മണ്ണൂത്തി വെറ്റിനറി സർവകലാശാലയിൽ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ 24% നായകൾക്കും ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി. മരുന്നുകൊണ്ട് ഈ വിരയെ നശിപ്പിക്കാനാകില്ല, ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യണം. ഹൃദയത്തിലോ ശ്വാസകോശത്തിലോ ഇത് അകപ്പെട്ടാൽ കണ്ടുപിടിക്കാനുമാകില്ല. കേരളത്തിൽ ഈ രോഗം പടരാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ കുട്ടികൾ നായ്ക്കളുമായി ഇടപഴകുന്നത് കുറയ്ക്കുക. തെരുവ് നായ നിവാരണത്തിന് ത്വരിത നടപടികൾ സ്വീകരിക്കുക. കൊതുക് നശീകരണം ഊർജിതമാക്കുക. ഹൃദയവിരയെക്കുറിച്ചുള്ള ഈ അറിവ് പരമാവധി ഷെയർ ചെയ്ത് നമ്മുടെ സമൂഹത്തെ ബോധവാന്മാരാക്കുക. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnichealthcode.com.